വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ PSCയുടെ 14 ക്വസ്റ്റ്യൻസ് ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഫ്രൈസൽ വെർബ്. ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത 15ാമത്തെ ചോദ്യം. നോക്കാം. യെസ്, കം. ദി മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു റെയിൻ. ദി മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു റെയിൻ. മഴ മൂലം കളി ക്യാൻസൽ ചെയ്യാം, മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്തു എന്നതിനർത്ഥം വരുന്ന ഫ്രൈസൽ വെർബാണ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ഫ്രൈസൽ വെർബ്. ഫ്രൈസൽ വെർബ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് a main verb and an adverb or a preposition. അപ്പോൾ ഒരു പ്രിപ്പോസിഷന് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ആഡ്വെർബ് ആഡ് ചെയ്യുന്നു മെയിൻ വെർബിനോട്. ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൻ വെർബ് ആൻഡ് ഫ്രൈസൽ വെർബ്, വി ആർ ആഡിങ് preposition or adverb to the main verb or combining adverb or preposition with a main verb, that is called phrasal verb. അപ്പോൾ ഒരു ഫ്രൈസൽ വെർബ് എന്ന് പറയുമ്പോൾ വെർബിനോട് നമ്മൾ പ്രിപ്പോസിഷനോ ആഡ്വെർബോ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കാവുന്ന കമ്പൈൻഡ് വേർഡ്സ് ആണ് ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത്. സോ we have to try to answer this question. The match was dash due to rain. അപ്പോൾ ഇവിടെ കാൾ ഡൗൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ, അതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ അത് ഒരിക്കലും യോജിക്കത്തില്ല. വിസിറ്റ് എ പേഴ്സൺ അല്ല. കാൾ ലെറ്റ് വിസിറ്റ് എ പ്ലേസ്, അതുമല്ല. കാൾ ലിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു വെർബാണ്, ഇതൊരു പ്രോനൗൺ ആണ്. അപ്പോൾ അവിടെ യെസ്, കാൾ ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രൈസൽ വെർബേ അല്ല. കാരണം കാൾഡ് എന്ന് പറഞ്ഞാൽ വെർബാണ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോനൗൺ ആണ്. ഇപ്പോൾ നമുക്ക് ഫ്രൈസൽ വെർബ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ആഡിങ് ആൻ ആഡ്വെർബ് ഓർ എ പ്രിപ്പോസിഷൻ. ഇത് അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? കാൾഡ് ഓഫ് എന്നുള്ളതാണ് ആൻസർ. കാൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽഡ് എന്നാണ് അർത്ഥം. കാൾഡ് ഓഫ്, ക്യാൻസൽഡ്. സോ now you understood what is phrasal verb. Phrasal verb is the combination of main verb and preposition or adverb, that is phrasal verb. Here we can see put എന്ന് പറയുന്ന ഒരു verb, അതിൻ്റെ phrasal verbs ഏതൊക്കെയാണ്? put plus on, put on, put off, put up with, put down, put across, put out, put back, put in, put into, put forward, put by. എന്നാൽ ഈ പുട്ട് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ എത്രയോ അല്ലെങ്കിൽ പുട്ട് എന്ന വെർബിനെ നമ്മൾ എത്രയോ ഫ്രൈസൽ വെർബ് ഫോമാക്കി മാറ്റി. പുട്ട് ഓൺ ധരിക്കുക, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ മാറ്റി വെക്കുക, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്, പുട്ട് ഡൗൺ റൈറ്റ്, എക്രോസ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി, എക്രോസ്, ഔട്ട് പുട്ട് ഔട്ട്, put across communicate properly, put out extinguish, fire put out fire extinguished, put back return the thing that we have taken to the same place. എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്കുക, അതാണ് put back. put in എന്ന് പറഞ്ഞാൽ add something, put into means deposit, put forward suggested, പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ സേവ്. അപ്പോൾ ഇത്രയുമാണ് പുട്ടിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈസൽ വെർബ് ഫോം ചെയ്തു. നമ്മൾ അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഇഡിയോമാറ്റിക് വേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് വ്യത്യാസമുണ്ട്. ഇവിടെ പുട്ടെന്ന് മാത്രം പറഞ്ഞാൽ വെക്കുക എന്നാണ്, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ വെക്കുക എന്നല്ലല്ലോ. ഇഡിയോമാറ്റിക് മീനിങ് എന്തായി മാറുന്നു? പുട്ട് ഓൺ ധരിക്കുക എന്നാവുന്നു, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ എന്നാവുന്നു. അതുപോലെ എല്ലാത്തിനും ചേഞ്ച് ഉണ്ടാവുന്നു. ഇനി ഗെറ്റ്, ഞാനൊരു 2 എണ്ണം ഇങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് എഴുതുന്നേ ഉള്ളൂ. ഗെറ്റ് ഓൺ എൻ്റർ ഇൻ ടു എ വെഹിക്കിൾ, അതാണ് ഗെറ്റ് ഓൺ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഗെറ്റ് ഔട്ട്.
get in, get out, get on, get off. അപ്പോൾ get out class, get on, get in, get out, get on, get off. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. get back, return to the place, തിരിച്ചു വരിക. get off, leave the vehicle. ഇനി get up, rise, ഉണരുക. get in, enter, get out, leave the vehicle. get through എന്ന് പറഞ്ഞാൽ സക്സസ്ഫുള്ളി മേക്ക് കോണ്ടാക്ട്. get along, good relation, to establish good relation. ഇനി കാൾ ബാക്ക്, ഐ വിൽ കാൾ ബാക്ക്, ടെലിഫോൺ നമ്മൾ തിരിച്ചു വിളിക്കുക. അതുപോലെ കാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഷൗട്ട് എന്നർത്ഥം, കാൾ ഔട്ട്. കാൾ ഫോർ റിക്വയർ. ഇതാണ് ഫ്രേസൽ വെർബുമായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇതുപോലെ ധാരാളം ഫ്രേസൽ വെർബുകൾ അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ ഒരു വർഷം എടുത്താലും തീരാത്ത രീതിയിൽ ഉണ്ട്. അപ്പോൾ ഇതുപോലെ സന്ദർഭം അനുസരിച്ച് വി വിൽ സ്റ്റഡി അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ നമ്മൾ പഠിക്കും. ഇപ്പോൾ കാൾ തുടങ്ങുന്നതും അതുപോലെ തന്നെ ഗെറ്റിൽ ആരംഭിക്കുന്നതും പുട്ടിൽ ആരംഭിക്കുന്നതുമായിട്ടുള്ള ഫ്രേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. രാധിക വാസ് ഡാഷ് ഷൈ ഡാഷ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി യൂസ് ഓഫ് ആഡ്വർബ്. ആഡ്വർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് 16ാമത്തെ. യു നോ വാട്ട് ഈസ് an adverb? An adverb is a word which modifies a verb or another adverb or an adjective. ഒരു adjectiveനെയോ ഒരു വെർബിനെയോ മറ്റൊരു ആഡ്വർബിനെയോ വിശേഷിപ്പിക്കുന്ന പദത്തെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. രാധിക വാസ് ഡാഷ് ഷൈ ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. രാധികയ്ക്ക് വളരെ ലജ്ജയാണ് ക്ലാസിന്റെ മുന്നിലേക്ക് വരാൻ. രാധിക വാസ് ഡാഷ് ഷൈ ഡാഷ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. ചോയ്സ് നോക്കാം. to, so that, not only but also, neither nor. to എന്ന് പറഞ്ഞാൽ വെരി എന്നർത്ഥം, എ ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ് എന്നൊക്കെയാണ് ടു എന്ന് പറഞ്ഞാൽ അർത്ഥം. പിന്നെ ടു കൂടി എന്നും അർത്ഥമുണ്ട്. ഇഫ് യു ഗോ ഐ ആം ടു, നിങ്ങൾ പോവാണോ ഞാനും കൂടി എന്ന അർത്ഥം. അപ്പം ടു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. എന്താണ്? ടു വെരി, ഇനഫ്, എ ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ് എന്നർത്ഥം. ഇതൊരു ടു റീഡ് ടു റൈറ്റ് അല്ലേ, നമ്മൾ ഇൻഫിനിറ്റീവ്. അപ്പോൾ നോക്കാം. സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നർത്ഥം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അങ്ങനെ മാത്രമല്ല ഇങ്ങനെ കൂടി. സ്വാതി തിരുനാൾ വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് റൂളർ ബട്ട് ഓൾസോ എ ഗ്രേറ്റ് കമ്പോസർ ഓഫ് കഥകളി സോങ്സ്. അപ്പോൾ അദ്ദേഹം അത് മാത്രമായിരുന്നില്ല, ഒന്നിൽ കൂടുതൽ ക്വാളിറ്റി സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അത് മാത്രമല്ല ഇതുകൂടി എന്ന് പറയാൻ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കുന്നു. നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ അതുമില്ല ഇതുമില്ല എന്നർത്ഥം, ഡബിൾ നെഗറ്റീവ്. അതുമില്ല, നെയ്തർ യു നോർ ഐ, ഞാനുമില്ല നീയുമില്ല. നെയ്തർ ഐ നോർ യു അറ്റൻഡ് ദി മീറ്റിംഗ്, നമ്മൾ രണ്ടുപേരും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ പ്രയോഗം നോക്കാം. ഇവിടെ എന്താണ്? ടു. അപ്പോൾ ഇവിടെ ടു ആണ് ഉപയോഗിക്കുന്നത്. രാധിക വാസ് ടു ഷൈ ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. എ തന്നെയാണ് ആൻസർ. ഇനി ഇതുമായി ക്ലോസ് ആയിട്ടുള്ള ടു അതേ അർത്ഥം വരുന്ന ടു ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ആഡ്വർബാണ് സോ ദാറ്റ്. പ്രയോഗം സോ ദാറ്റ് എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ഫുള്ളായി പറഞ്ഞാൽ സോ ദാറ്റ് കനോട്ട് ഓർ കുഡ് നോട്ട് എന്നാണ്. സോ ദാറ്റ് കനോട്ട് ഓർ കുഡ് നോട്ട്. നമുക്ക് ഇതാദ്യം ഒന്ന് പഠിക്കാം. ഷീ സ്പോക്ക്, ഇവിടെയും ടു ക്വയർലി ടു ബി ഹേർഡ്. കേൾക്കാൻ വയ്യാത്ത രീതിയിൽ വളരെ ശബ്ദം കുറച്ചാണ് അവൾ സംസാരിച്ചത്. ഷീ സ്പോക്ക് ടു ക്വയർലി ടു ബി ഹേർഡ്. ദി കോഫി വാസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ഹി ഈസ് ടു യങ് ടു ഡ്രൈവ്. ദി ടാസ്ക് വാസ് ടു ഡിഫിക്കൽട്ട് ടു കംപ്ലീറ്റ്.
Pratap is too poor to continue his studies. This coffee is very hot that I cannot drink. ഇവിടേക്ക് വരാം. അപ്പോൾ ഇതുവരെ നമ്മൾ ടു എന്ന പ്രയോഗം ഇവിടെ നടത്തി അല്ലേ? ഷീ സ്പോക്ക് ടു കയർലി ടു ബി ഹെഡ്. ഇവിടെ ടു ഉപയോഗിച്ചു, ഇവിടെ ടു ഉപയോഗിച്ചു, ടു. ഇനി ഇതിനെ നമ്മൾ ഒന്ന് സോ ദാറ്റ് ചേർക്കാൻ ശ്രമിച്ചാൽ ഷീ സ്പോക്ക് സോ കയർലി, സോ ഇവിടെ ഉപയോഗിക്കുക. പിന്നെ ദാറ്റ് ഈസ് ടു ബി ഹെഡ് എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരുന്നവിടെ. ഷീ സ്പോക്ക് സോ ക്വയർലി, ദാറ്റ് ഈസ് ടു ബി ഹെഡ്, ദാറ്റ് വാസ് ടു ബി ഹെഡ്. കാരണം ഇവിടെ സ്പോക്ക് ആണ് ഓൺ ചെയ്യും. ദാറ്റ് വാസ് ടു ബി ഹെഡ് അങ്ങനെ വരും. ദി കോഫി വാസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ദി കോഫി വാസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ഹി ഈസ് ടു യങ് ടു ഡ്രൈവ്. അവൻ ഡ്രൈവ് ചെയ്യാൻ അത്ര പ്രായം എത്തിയിട്ടില്ല. അതുപോലെ ദി കോഫി വാസ് ടു ഹോട്ട്, വളരെ ചൂടായിരുന്നു, ടു ഡ്രിങ്ക്, കുടിക്കുന്നതിന്. എന്നാൽ കുടിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം, അത്ര ചൂടുണ്ടെന്നർത്ഥം. ഇനി ദി ടാസ്ക് വാസ് ടു ഡിഫിക്കൽട്ട് ടു കംപ്ലീറ്റ്. ടാസ്ക് വളരെ പ്രയാസമുള്ളതായിരുന്നു പൂർത്തീകരിക്കാൻ. പ്രതാപ് ഈസ് ടു പുവർ. പ്രതാപ് വളരെ പാവപ്പെട്ടവനാണ്. ടു കണ്ടിന്യൂ സ്റ്റഡീസ്, അവന് അതുകൊണ്ട് പഠനം തുടരാൻ കഴിയുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ദിസ് കോഫി ഈസ് വെരി ഹോട്ട് ദാറ്റ് ഐ കനോട്ട് ഡ്രിങ്ക് എന്ന സെൻറ്റൻസ് ഇവിടെയെല്ലാം സോ ദാറ്റ് നമ്മൾ ഉപയോഗിച്ചു. ദിസ് കോഫി ഈസ് വെരി ഹോട്ട് എന്നുള്ളത് സോ ഹോട്ട് എന്ന് ഉപയോഗിക്കാം, ടു ഹോട്ട് എന്ന് ഉപയോഗിക്കാം. ഇനി ദാറ്റ് ഐ കനോട്ട് ടു ഡ്രിങ്ക് എന്നുള്ളതിന് പകരം ടു ഡ്രിങ്ക് എന്ന് മാത്രം ഉപയോഗിക്കാം, ടു ഡ്രിങ്ക്. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോക്കിക്കോണം, ദിസ് കോഫി ഈസ്, ഇത് എന്താണ്, പ്രസന്റ് സിമ്പിൾ ആയതുകൊണ്ട് കനോട്ട് എന്ന് ഉപയോഗിക്കാം. ഇനി ദിസ് കോഫി വാസ് വെരി ഹോട്ട് അല്ലെങ്കിൽ സോ ഹോട്ട് അല്ലെങ്കിൽ ടു ഹോട്ട് എന്നൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ സോ ദാറ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് കനോട്ടോ കുഡ്നോട്ടോ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് പ്രസന്റ് സിമ്പിൾ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം, കനോട്ട്. ഫസ്റ്റ് പാർട്ട് പാസ്റ്റ് ആണെങ്കിൽ കുഡ്നോട്ട്. അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് കോഫി ഈസ് വെരി ഹോട്ട് ദാറ്റ് ഐ കനോട്ട് ഡ്രിങ്ക്. ദാറ്റ് മീൻസ് ദിസ് കോഫി ഈസ് ടു ഹോട്ട്. ഐ കനോട്ട് വന്നതുകൊണ്ട് രണ്ട് സബ്ജക്റ്റ് രണ്ടാണ്. ദിസ് കോഫിയാണ് ഇവിടെ സബ്ജക്റ്റ്, ഇവിടെ ഐ കനോട്ടാണ്. അപ്പോൾ ഫോർ മീ എന്നാക്കണം. ഇനി ഹി കനോട്ട് ആണെങ്കിൽ ഫോർ ഹിം എന്നാക്കണം. ഷീ കനോട്ട് എന്നാണെങ്കിൽ ഫോർ ഹർ എന്നാക്കണം. ദേ കനോട്ട് എന്നായിരുന്നെങ്കിൽ ഫോർ ദം എന്നാക്കണം. അപ്പോൾ ഇതിന് ചേഞ്ച് ഉണ്ടാവും. ഐ മീ ആയി മാറും, ഹി ഹിമായി മാറും, ഷീ ഹറായി മാറും, ദേ ദമ്മായി മാറും, വി അസ്സായി മാറും. എപ്പോഴാണ്? ഇഫ് ദി സബ്ജക്ട്സ് ആർ ഡിഫറെന്റ് ഇൻ ദി സെന്റൻസ്. സെന്റൻസിലെ സബ്ജക്ട്സുകൾ ഡിഫറെന്റ് ആകുമ്പോൾ ഇവിടെ ദിസ് കോഫിയാണ് സബ്ജക്റ്റ്, ഇവിടെ ഈ രണ്ടാമത്തെ പാർട്ടിൽ ഐ കനോട്ടാണ്. അത് ഹി കനോട്ട് വന്നാൽ ഫോർ ഹിം എന്നാവും, ഷീ കനോട്ട് വന്നാൽ ഫോർ ഹർ എന്നാവും, ദേ കനോട്ട് ആണെങ്കിൽ ഫോർ ദം എന്നാവും. ഇവിടെ ഈസ് ആയതുകൊണ്ട് കനോട്ട് ഉപയോഗിക്കുന്നു. വാസ് ആണെങ്കിൽ കുഡ് നോട്ട് അപ്ലൈ ചെയ്യുന്നു. സോ today we have discussed two topics. First one, phrasal verbs. You know that what is phrasal verbs, how can we form? Phrasal verbs are actually formed by adding a preposition or an adverb to the main verb. അപ്പോൾ ഒരു മെയിൻ വെർബിനൂടെ പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ ആഡ്വർബോ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രേസൽ വെർബ് ഫോം ചെയ്യാം. ഇവിടെ നമ്മൾ പിന്നെ പഠിച്ചത് എന്താണ്, ടുവിൻ്റെ പ്രയോഗമാണ്. അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ മീനിങ്ങും അതിന് പകരം നമ്മൾ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് സോ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദീസ് ടു questions how we discussed it. So please subscribe, share and support me. Thank you so much.